വെൽക്കം. റഹ്മാനാണ്. SAR ഓഫ് അഡ്രിനർജിക് ഡ്രഗ്സ്, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഓഫ് അഡ്രിനർജിക് ഡ്രഗ്സ്. സോ SAR ഓഫ് സിമ്പതോമിമെറ്റിക്സ് എന്ന് പറഞ്ഞാലോ, SAR ഓഫ് കാറ്റക്കോളമീൻസ് എന്ന് പറഞ്ഞാലും, SAR ഓഫ് ഫിനൈൽ ഈഥൈൽ അമീൻസ് ഓർ ബീറ്റാ ഫിനൈൽ ഈഥൈൽ അമീൻ, സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബീറ്റ, ഇത് ബീറ്റയാണ്. ഓർ SAR ഓഫ് അഡ്രിനർജിക് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാലും അഡ്രിനർജിക്സ് എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. സോ പല രീതിയിലും ഇത് പറയും, അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. സോ ഇതിനെക്കുറിച്ച് ഈ വീഡിയോ നമുക്ക് SAR ആണ് പറയേണ്ടത്. സോ സ്ട്രക്ചർ ആണ് ഇമ്പോർട്ടന്റ്. സോ അത് പറയണമെങ്കിൽ ആദ്യം ബേസിക് സ്ട്രക്ചറൽ മോയിറ്റിയെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ വേണം. അഡ്രിനർജിക് മരുന്നുകൾ അഗോണിസ്റ്റ് എല്ലാം തന്നെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബീറ്റാ ഫിനൈൽ ഈഥൈൽ അമീൻ ആണ്. ബീറ്റാ ഫിനൈൽ ഈഥൈൽ അമീൻ. സോ അവസാനിക്കുന്നത് ഈഥൈൽ അമീൻ ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഈഥൈൽ അമീൻ എന്ന് വരയ്ക്കാം. 2 കാർബൺ, ഈഥൈൽ ആകുമ്പോൾ 2 കാർബൺ ആയിരിക്കും. അമീനിലാണ് അവസാനിക്കുക. സോ NH2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇതാണ് ഈഥൈൽ അമീൻ. സോ നമ്മൾ പറഞ്ഞത് ഈഥൈൽ അമീൻ അല്ല, ബീറ്റാ ഫിനൈൽ ഈഥൈൽ അമീൻ ആണ്. അപ്പോൾ ബീറ്റ എന്താണെന്ന് അറിയണം. സോ NH2 ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഫസ്റ്റ് കാർബൺ വിൽ ബി ആൽഫ കാർബൺ ആണ്, ആൽഫ കാർബൺ. സോ അപ്പോൾ ഇതായിരിക്കും ബീറ്റ കാർബൺ. സോ ബീറ്റ കാർബണിലാണ് എന്തുള്ളത്, ഫിനൈൽ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ ഫിനൈൽ ഗ്രൂപ്പ് നമുക്ക് വരയ്ക്കാം. ഫിനൈൽ ഗ്രൂപ്പ് നമ്മൾ വരയ്ക്കുക എങ്ങനെയാണ്, ഒരു ബെൻസീൻ റിംഗ് വരച്ചാൽ. ഓക്കെ, സോ ദിസ് ഈസ് നൗ ബീറ്റ ഫിനൈൽ ഈഥൈൽ അമീൻ. ഇവിടേക്ക് H ഉണ്ട് കേട്ടോ, ഞാൻ എല്ലായിടത്തും ഒന്നും എഴുതില്ല, വെറുതെ വരച്ചാൽ H ഉണ്ട് എന്നാണ് അർത്ഥം. സോ ബീറ്റ ഫിനൈൽ ഈഥൈൽ അമീനായി. സോ SAR ഓഫ് ഡ്രഗ്സ് പഠിക്കാൻ അല്ലെങ്കിൽ പഠിച്ചാൽ നമുക്ക് എവിടെയെല്ലാം മാറ്റങ്ങൾ വരുത്തിയാൽ എന്ത് വ്യത്യാസമാണ് ഇവയുടെ സ്വഭാവത്തിൽ വരുന്നതെന്ന് പറയാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SAR പഠിക്കുക. സോ ഇവയ്ക്ക് അപ്പോൾ ബേസിക്കലി 4 ഭാഗങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ വരുത്താം. ഒന്ന്, ഈ ഫിനൈൽ റിംഗിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലെ, അതാണ് ഒരു മാറ്റം വരുത്താവുന്നത്. രണ്ടാമത്, ഈ എത്തിലിൻ ലിങ്കേജിൽ ഇവിടെ ബീറ്റ പൊസിഷൻ ഉണ്ട്. സോ ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്താം. അല്ലെങ്കിൽ ഈ ആൽഫ കാർബണിനകത്ത് ഏതെങ്കിലും ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പോ മല്ലിയ ഗ്രൂപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാം. സോ ഇതിപ്പോൾ മൂന്നാമത്തെ മോഡിഫിക്കേഷൻ. ആൻഡ് ഫൈനലി വി ക്യാൻ മോഡിഫൈ ഹിയർ ഇൻ ദ അമിനോ ടെർമിനൽ. സോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പുകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് പോകാം. സോ ഇങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ഇവിടെയൊക്കെ മാറ്റം വരുത്തിയാൽ എന്ത് വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക. സോ ഇതാണ് നമ്മൾ പറയാൻ പോകുക. അതുമേ ബേസിക് സ്ട്രക്ചർ അങ്ങ് വരച്ചു. സോ എളുപ്പമുണ്ട്. സോ ആദ്യത്തെ പോയിന്റ്, ഡയറക്ട്ലി ആക്ടിങ് ഓർ റിസെപ്റ്റർ ആക്ടിങ്. ഡയറക്ട്ലി ആക്ടിങ് എന്ന് വെച്ചാൽ റിസെപ്റ്ററിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗുകളെയാണ് നമ്മൾ ഡയറക്ട്ലി ആക്ടിങ് എന്ന് പറയാം. സോ ഡയറക്ട്ലി ആക്ടിങ് അഡ്രിനർജിക്സ് ഓർ സിമ്പതോമിമെറ്റിക്സ്. ഈ ഫിനൈൽ റിംഗിൽ ഇത് മെറ്റാ പൊസിഷൻ ആണ്. സോ മെറ്റാ പൊസിഷൻ ആൻഡ് ഓൾസോ ഇത് നേരെ പാര പൊസിഷനിലും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വേണം എന്നാണ് ഒരു നിബന്ധന. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്ട്ലി ആക്ടിങ് ആകത്തുള്ളൂ എന്നാണ് പറയുന്നത്. സോ അഡ്രിനർജിക്സിൽ ആദ്യം ഉണ്ടാവുന്ന ഏത് മരുന്ന്? ആദ്യം ഉണ്ടാവുന്നത് നമ്മൾ പഠിക്കുക ഡോപ്പമിൻ ആണ് ആദ്യം ഉണ്ടാവുക അല്ലെ. ഡോപ്പമിൻ ഉണ്ടായിട്ട് ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് അവിടെ ഡോപ്പമിൻ ഹൈഡ്രോക്സിലേസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് നോറഡ്രിനാലിൻ കിട്ടും. നോറഡ്രിനാലിന് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഒരു സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് അഡ്രിനാലിൻ. സോ ഇത് ചില സ്ഥലങ്ങളിൽ നടക്കും, നെർവ് എൻഡിങ്സിൽ നടക്കും. ഇത് നെർവ് എൻഡിങ്സിൽ ആദ്യം ഉണ്ടാകും, ഇത് നെർവ് എൻഡിങ്സിൽ നടക്കും. ഇത് നെർവ് എൻഡിങ്സിൽ അല്ല, ഇത് അഡ്രിനൽ മെഡുല്ലയിൽ വെച്ചിട്ടാണ് നടക്കുക. സോ എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഉണ്ടാവുക. സോ നമ്മൾ പറഞ്ഞത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അങ്ങോട്ട് പിടിപ്പിക്കാം. സോ ഇത് മെറ്റാ പൊസിഷനിലുള്ള OH, ഇത് പാരാ പൊസിഷനിലുള്ള OH. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒരു ഫിനൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബെൻസീൻ റിംഗിൽ പിടിപ്പിച്ചാൽ അടുത്തടുത്തിരുന്നാൽ നമ്മൾ അതിനെ വിളിക്കുക കാറ്റക്കോൾ എന്നാണ് അതിനെ വിളിക്കുക. സോ കാറ്റക്കോൾ. സോ ഇത് കാറ്റക്കോൾ ആണ്, ഇത് അമീനാണ്. സോ ഇറ്റ്സ് എ കാറ്റക്കോളമീനായി. അപ്പോൾ ആദ്യത്തെ കാറ്റക്കോളമീൻ നമ്മൾ വരച്ചത് ഇപ്പോൾ ഡോപ്പമിൻ ആണ്. സോ ഡോപ്പമിൻ്റെ റിസപ്റ്റർ D1, D2, D3, D4 ആൻഡ് D5 ഇതിലൊക്കെ പ്രവർത്തിക്കാം നമ്മൾ. പക്ഷേ സിമ്പതോമിമെറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ മിക്കവാറും അഡ്രിനാലിനായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഇവയ്ക്ക് ആക്ഷൻ ഓൺ ആൽഫ റിസപ്റ്റേഴ്സ് ആൻഡ് ബീറ്റ റിസപ്റ്ററിലും ഒക്കെ കുറച്ച് ആക്ഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം. സോ ദിസ് ക്യാൻ ആക്ട് ആസ് അഗോണിസ്റ്റ്. ഭയങ്കരമായിട്ടുള്ള ആക്ഷൻ ഒന്നും ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ ഇനിയും ചില മോഡിഫിക്കേഷൻ കൂടി വേണം. എനിവേ ഡോപ്പമിൻ അഗോണിസ്റ്റിക് ആക്ഷൻ ഉണ്ട്. സോ 1 പൊസിഷൻ ആൻഡ് 2 പൊസിഷനിൽ OH ഗ്രൂപ്പ് വന്നപ്പോഴത്തേക്കും ഇറ്റ്സ് ബിക്കം കാറ്റക്കോൾ. ആൻഡ് ഒരു സംഭവം ഉണ്ട്, 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് നമ്മൾ പിടിപ്പിച്ചത്. 2 ഹൈഡ്രോക്സിൽ മീൻസ് ദ പൊളാരിറ്റി വിൽ ഇൻക്രീസ്. പൊളാരിറ്റി കൂടിയാൽ എന്താണ് പ്രശ്നം? പൊളാരിറ്റി കൂടി കഴിഞ്ഞാൽ ഡോപ്പമിൻ ആണ്. പൊളാരിറ്റി കൂടിയാൽ ഇറ്റ് കനോട്ട് ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കാൻ പറ്റില്ല. ഇത് ബ്രെയിനിനകത്ത് ഉണ്ടാകുകയാണെങ്കിൽ ഓക്കെ, പുറത്തുനിന്ന് നമ്മൾ ബ്ലഡിലൂടെ കൊടുത്ത് ബ്രെയിൻ കടത്താനായിട്ട് നമുക്ക് പറ്റില്ല എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റ്. സോ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇവിടെ വേണം. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത് സെക്കൻഡ് പോയിന്റ് ഈസ് ഡയറക്ട്ലി ആക്ടിംഗ് അഡ്രിനർജിക് അഗോണിസ്റ്റ് ഓൾസോ കണ്ടെയ്ൻ ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റ് ദ ബീറ്റ പൊസിഷൻ. ഇവിടെ ബീറ്റ പൊസിഷനിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. സോ
ഹിയർ ദർ ഇസ് എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഇപ്പൊ എന്തായി, ഇത് ഡോപ്പമിൻ മാറി അല്ലെ. ബീറ്റ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പിടിക്കുമ്പോൾ ദിസ് ഈസ് നൗ നോട്ട് ഡോപ്പമിൻ. ഇത് ഡോപ്പമിൻ അല്ല, ഇപ്പൊ ആള് നോർ അഡ്രിനാലിൻ ആയി. നൗ ഇറ്റ് ഈസ് നോർ അഡ്രിനാലിൻ ആയിട്ട് മാറി. സോ നോർ അഡ്രിനാലിന് അപ്പൊ വീണ്ടും 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അഡീഷണലി അറ്റ് ദ ബീറ്റ ഹൈഡ്രോക്സി പൊസിഷനിൽ കൂടി ഉണ്ട്. നോർ അഡ്രിനാലിന്റെ വേറെ പേര് നോർ എപ്പിനെഫ്രിൻ എന്നാണ്. ആൻഡ് ദിസ് നോർ അഡ്രിനാലിൻ അപ്പൊ ഇതിനുണ്ട് ആൽഫ 1 ഉണ്ട്, ആൽഫ 2 ഉണ്ട്, ബീറ്റ 1 ഉണ്ട്, ബീറ്റ 2 ഉണ്ട്. ചില ആക്ഷൻസ് ഒക്കെ കുറവുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തായിട്ട് നമുക്ക് ഇവനെ അഡ്രിനാലിനാക്കാം. അഡ്രിനാലിനാക്കാൻ ഈ അമിനോ ഗ്രൂപ്പിൽ, ഇവിടെയുള്ള അമിനോ ഗ്രൂപ്പിൽ ഒരു CH3 ഗ്രൂപ്പ് വെച്ച് പിടിപ്പിച്ചാൽ, സോ ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് വെച്ച് പിടിക്കുമ്പോൾ അഡ്രിനാലിനായി. സോ നമ്മൾ സാധാരണ CH3 ഗ്രൂപ്പിനെ നമ്മൾ CH3 അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആഡ് ചെയ്യണേ നമ്മൾ R എന്നാണ് പറയാല്ലേ, R ഗ്രൂപ്പ് ആഡ് ചെയ്യാം. അപ്പൊ CH3ക്ക് വരെ R ഗ്രൂപ്പ് എന്ന് എഴുതിയാൽ മതി. സോ R ഗ്രൂപ്പ് ഉള്ളതാണ് അഡ്രിനാലിൻ. സോ നൗ ദിസ് ഈസ് അഡ്രിനാലിൻ. ഇവിടെ ഒരു CH3 ഉണ്ട്, ബാക്കി എല്ലാം സെയിം ആണ് അഡ്രിനാലിൻ. അപ്പൊ ഇവിടെ R ഇല്ലാത്തതോ നോ R അല്ലെ, അതാണ് നമ്മൾ നോർ അഡ്രിനാലിൻ എന്ന് പറയാം. സോ നോർ അഡ്രിനാലിൻ എന്ന് വിളിക്കാൻ കാരണം ഇവിടെ നോ R എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ R ഗ്രൂപ്പ് ഇല്ല, അതാണ് നോർ അഡ്രിനാലിൻ എന്ന് കൂടി ഓർത്ത്. ആൻഡ് ഇവിടെ CH3 വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. എങ്കിലും ഇതിന് ദിസ് ഹാസ് ഗോട്ട് ദിസ് നൗ ഈസ് അഡ്രിനാലിന് എന്തൊക്കെ ആക്ഷൻ ഉണ്ട്, ആൽഫ 1 ആക്ഷൻ ഉണ്ട്, ആൽഫ 2 ആക്ഷൻ ഉണ്ട്, ബീറ്റ 1 ഉണ്ട്, ബീറ്റ 2. സോ ദിസ് ഹാസ് ഗോട്ട് മോർ ആക്ഷൻസ്, വൈഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ട്. സോ അപ്പൊ നമ്മൾ പറഞ്ഞത് ഡോപ്പമിൻ ഇതിന് 2 OH പിടിപ്പിച്ചപ്പോഴത്തേക്കും ദിസ് ഹാസ് ഗോട്ട് അഡ്രിനർജിക് അഗോണിസ്റ്റിക് ആക്ഷൻ ആയി. ഇവിടെ ഒരു OH കൂടി പിടിപ്പിക്കുമ്പോൾ കൂടുതൽ അഡ്രിനർജിക് അഗോണിസ്റ്റിക് ആക്ഷൻ ഉണ്ട് എന്നാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇത്രയും പറഞ്ഞാൽ ഒറ്റ പോയിന്റ് ആക്കുകയാണെങ്കിൽ ദിസ് ഇസ് പോയിന്റ് നമ്പർ 2 പറയുകയാണെങ്കിൽ, സോ ഇത് ഞാൻ ബേസിക് സ്ട്രക്ചർ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ CH3 ഉണ്ട്, അപ്പോൾ ഇത് നോർ അഡ്രിനാലിനല്ല. സോ ദിസ് ഇസ് നൗ അഡ്രിനാലിൻ ആണ്. ഓക്കെ, സോ നമ്മൾ ഈ ദിസ് ഇസ് പാരാ പൊസിഷൻ ആണ്, നേരെ പാരാ പൊസിഷൻ. ഈ OH ഇവിടെ നിന്ന് കളഞ്ഞാലോ, ഈ OH ഗ്രൂപ്പ് ഓർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഇയാളുടെ പേര് ഫിനൈൽ എഫ്രിൻ എന്നാണ്. ഫിനൈൽ എഫ്രിൻ എന്ന് പറയുന്ന മരുന്നായി. ഫിനൈൽ എഫ്രിൻ എങ്ങനെയാണ് ആക്ഷൻ? ഫിനൈൽ എഫ്രിൻ ആക്ഷൻ ഓൺലി ഓൺ ആൽഫ 1 മാത്രമേ ഉള്ളൂ. സോ ആൽഫ 1 ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ ആൽഫ 1 പിടിച്ചിട്ട് ബ്ലഡ് വെസൽ ചുരുക്കുന്ന ആക്ഷൻ ആണ് ഫിനൈൽ എഫ്രിൻ ഉള്ളത്. സോ ഓൺലി സെലക്റ്റീവ് ആൽഫ 1 ആയി, സെലക്റ്റീവ് ആൽഫ 1 ആയി. സോ ഇതാണെങ്കിലോ അഡ്രിനാലിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആൽഫ 1 ഉണ്ട്, ആൽഫ 2 ബീറ്റ 1 ബീറ്റ 2 എല്ലാം ആക്ഷൻ ഉണ്ട്. സോ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? സെലക്റ്റീവ് ആൽഫ 1 ആയി, ബീറ്റ മൊത്തം അങ്ങോട്ട് പോയി. സോ റിമൂവൽ ഓഫ് പാരാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രം എഫിനെഫ്രിൻ മേക്സ് ദിസ് മോർ ആൽഫ സെലക്റ്റീവ്. സോ ദിസ് ദ സെക്കൻഡ് പോയിന്റ് ആണ് ആൽഫ സെലക്ടിവിറ്റി, റിമൂവൽ ഓഫ് പാരാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രം എവിടെന്നാണ് ബെൻസീൻ റിംഗ്. പിന്നെ അടുത്ത പോയിന്റ് നമ്പർ 3 ആയിരിക്കും എന്ന് തോന്നുന്നു. പോയിന്റ് നമ്പർ 3 പറയുകയാണെങ്കിൽ ഈ കാറ്റക്കോൾ അതായത് ദിസ് ഈസ് മെറ്റാ പൊസിഷൻ, ദിസ് ഈസ് പാരാ പൊസിഷൻ. ഇവിടെയുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒരെണ്ണം ഒന്ന് മാറ്റുകയെന്ന് വിചാരിക്കുക. അതായത് നമ്മളിതൊന്ന് മാറ്റി ഈ പാരാ പൊസിഷൻ മാറ്റി ഇത് രണ്ടും ഇങ്ങോട്ടേക്ക് മെറ്റ ആക്കി എന്ന് വിചാരിക്കുക. സോ അപ്പോഴത്തേക്കും നമ്മൾ പറയുന്നു ഇറ്റ് ഹാസ് ഗോട്ട് ബീറ്റ ആക്ഷൻസ് വിൽ ഇൻക്രീസ്, ബീറ്റ ആക്ഷൻസ് വർദ്ധിക്കും. മോർ ബീറ്റ അല്ലെങ്കിൽ ബീറ്റ 2 സെലക്റ്റീവ് ആക്ഷൻ, ബീറ്റ എന്നല്ല ബീറ്റ 2 സെലക്റ്റീവ് ആക്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഉദാഹരണം എന്താണ്? ഉദാഹരണം ടെർബ്യൂട്ടാലിനാണ്. ടെർബ്യൂട്ടാലിൻ വരയ്ക്കുകയാണെങ്കിൽ ഇതങ്ങോട്ട് മാറ്റുക, ഇവിടെ OH വരയ്ക്കുക. ആൻഡ് ഇവിടെ ദിസ് R ഗ്രൂപ്പിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, നമുക്ക് തൽക്കാലം ഇങ്ങനെ വരച്ചാൽ മതി. സോ R ഗ്രൂപ്പിൽ വ്യത്യാസമുണ്ട്, ഇവിടെ ഇതാണ്. സോ ഇത് കാറ്റക്കോൾ ആയിരുന്നു, ഇപ്പൊ ഇത് കാറ്റക്കോൾ ആണോ? അല്ല, നൗ ഇറ്റ് ഈസ് നോട്ട് കാറ്റക്കോൾ. ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ അത് റിസോഴ്സിനോൾ. സോ ഇഫ് യു ചേഞ്ച് കാറ്റക്കോൾ ടു റിസോഴ്സിനോൾ അല്ലെങ്കിൽ ദിസ് പാരാ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ടു മെറ്റാ ഹൈഡ്രോക്സി ഗ്രൂപ്പ്, അപ്പോൾ നമ്മൾ 1,2 ഹൈഡ്രോക്സി എന്നത് പോയി 1,3 ഹൈഡ്രോക്സി ആയി. അല്ലെങ്കിൽ നമ്മൾ സാറിന് എഴുതുക UPSC ഒക്കെ എഴുതുകയാണെങ്കിൽ 1,2 ഡയോൾ എന്ന് എഴുതിക്കൊണ്ടിരുന്നത് 1,3 ഡയോൾ എന്നാക്കി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇൻക്രീസ്ഡ് ബീറ്റ 2 സെലക്ടിവിറ്റി. ഇൻക്രീസ്ഡ് ബീറ്റ 2 സെലക്ടിവിറ്റി ആണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ മാറ്റുന്നതുകൊണ്ട് ഇത് മാത്രമല്ല അഡ്വാൻറ്റേജ്, വേറൊരു ഗുണം കൂടിയുണ്ട്. നമ്മളിപ്പോൾ എന്തായി കാറ്റക്കോൾ മാറ്റി റിസോഴ്സിനോൾ ആയപ്പോഴത്തേക്കും നമുക്കറിയാം COMT എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ട്. അതിന്റെ ഫുൾ പേര് കാറ്റക്കോൾ O മീഥൈൽ ട്രാൻസ്ഫറേസ് എന്നാണ്. ഇപ്പൊ കാറ്റക്കോൾ അല്ല, സാധനം ഇപ്പൊ റിസോഴ്സിനോളായി. അപ്പൊ ഇതിന് ഈ കനോട്ട് മെറ്റബോളൈസ് ദിസ് വൺ, ഇതിന് മെറ്റബോളൈസ് ചെയ്യാൻ പറ്റില്ല. മെറ്റബോളൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിന്റെ ഹാഫ് ലൈഫ് കൂടും, അല്ലെങ്കിൽ ദിസ് ഈസ് ബിക്കം ലോങ് ആക്ടിങ് ഓർ ലെസ് ഡീഗ്രഡേഷൻ. ലെസ് ഡീഗ്രഡേഷൻ എന്ന് പറയുമ്പോൾ ആക്ഷൻസ് വിൽ ഇൻക്രീസ്, ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടി നമുക്ക് കിട്ടും. സോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ സംഭവം കാറ്റക്കോൾ പോയി റിസോഴ്സിനോളായപ്പോൾ കോംപ്റ്റൻ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ലോങ് ആക്ടിങ് കൂടിയായി. സോ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു, ഒന്ന് ബീറ്റ 2 സെലക്ടിവിറ്റി കൂടി, ഒന്ന് ലോങ് ആക്ടിങ്ങുമായി. ആരായിരുന്നു ഡ്രഗ്? അതിന്റെ പേര് നമ്മൾ ഇവിടെ എഴുതിയില്ല, ടെർബ്യൂട്ടാലിൻ എന്നാണ് നമ്മൾ ഈ എക്സാമ്പിൾ പറഞ്ഞത്.
അപ്പം നമ്മൾ അടുത്ത മാറ്റം അതും ഫിനൈൽ ഗ്രൂപ്പിൽ തന്നെയാണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ പറ്റിയാണ്. ആൻഡ് ഇവിടെ ദിസ് ഇസ് മെറ്റയാണ്, നമുക്കറിയാം ഇത് പാരയാണ്. സോ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ നമ്മളൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒന്ന് മാറ്റുകയാണ്. അവിടെ ഉദാഹരണം നമ്മൾ ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് പിടിപ്പിച്ചിട്ട് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സി മീഥൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കാന്ന് വയ്ക്കുക. CH3OH ഗ്രൂപ്പ് അങ്ങ് പിടിപ്പിക്കാന്ന് വിചാരിക്കുക. സോ ഇതിപ്പോ കാറ്റക്കോൾ ആണോ? കാറ്റക്കോൾ അല്ല. ഓക്കെ, സോ ഇങ്ങനെ ഹൈഡ്രോക്സി മീഥൈൽ ഗ്രൂപ്പ് പിടിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന സംഭവം ഇവിടെ ഒരു 6 വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. സോ ആ കിട്ടുന്ന മരുന്നിന്റെ പേരാണ് സാൽബ്യൂട്ടമോൾ എന്ന് പറയുന്നത്. സാൽബ്യൂട്ടമോളിന് എന്താണ് ആക്ഷൻ? നമുക്കറിയാം ബ്രോങ്കോ ഡയലേറ്റർ ആണ്. β2 ആക്ഷൻ ആണ്, β2 അഗോണിസ്റ്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? മെറ്റാ പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാറ്റി. അപ്പോ ദിസ് ഈസ് നോട്ട് നൗ കാറ്റക്കോൾ അല്ല, കാറ്റക്കോൾ അല്ലാതെയുമായി. സോ ദിസ് ഹാസ് ഗോട്ട് മോർ β2 അഗോണിസ്റ്റിക് ആക്ഷൻ. അതുമല്ല കാറ്റക്കോൾ അല്ലാതെ ആയപ്പോ വേറൊരാൾക്ക് കൂടി ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ പേര് വീണ്ടും കോംപ്റ്റ് തന്നെയാണ്. കാറ്റക്കോൾ ഓ മീഥൈൽ ട്രാൻസ്ഫറേസിന് ഇതിന് നശിപ്പിക്കാൻ പറ്റില്ല. സോ ഇൻക്രീസ്ഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ രണ്ടും കിട്ടി. സോ ഈ പോയിന്റിൽ നമ്മൾ പറഞ്ഞത് ഇവിടെ മെറ്റാ പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാറ്റി മറ്റെന്തെങ്കിലും പിടിപ്പിച്ചു കഴിഞ്ഞാൽ β2 സെലക്ടിവിറ്റി വിൽ ഇൻക്രീസ്, β2 സെലക്ടിവിറ്റി കൂടും എന്നാണ് പുതിയ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ആൻഡ് ഓൾസോ ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടും, ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. സോ ഇത്രയും മാറ്റങ്ങളാണ് നമ്മൾ ഇവിടെ. അപ്പൊ ഇനി നമുക്ക് ഇവിടെയുമാണ് പറയേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ എത്തിലിൻ ഗ്രൂപ്പിനെ പറ്റിയാണ് പറയേണ്ടത്. ഇവിടെ ഉള്ള മാറ്റങ്ങളെ പറ്റിയാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ 2 കാർബൺ. സോ 2 കാർബൺ ഉള്ള എത്തിലിൻ ഗ്രൂപ്പ് ആണ്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. ഒപ്റ്റിമൽ അഡ്രിനർജിക് എഫക്റ്റിന്, ഒപ്റ്റിമൽ ആയിട്ടുള്ള അഡ്രിനർജിക് എഫക്റ്റിന് ഇവിടെ 2 കാർബൺ ഗ്രൂപ്പ് മസ്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ അമിനോ ഗ്രൂപ്പിനും ഈ ഫിനൈൽ ദിസ് അരോമാറ്റിക് റിങ്ങിനും ഇടയിൽ 2 കാർബൺ ഉള്ള ഗ്രൂപ്പ് വേണം. ഇപ്പൊ അഡ്രിനാലിനായാലും നോർ അഡ്രിനാലിനായാലും ഐസോപ്രോട്ടോണോൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വരയ്ക്കുക, അതാ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, CH3 എങ്ങനെയായാലും വാട്ട് എവർ ഇറ്റ് മേ ബി ഐസോപ്രോട്ടോണോൾ ഏതായാലും 2 കാർബൺ ഉള്ള എത്തിലിൻ ഗ്രൂപ്പ് ആയിരിക്കും. 2 കാർബൺ മാറ്റി 1 ആക്കിയാലും 2 കാർബൺ മാറ്റി 3 ആക്കിയാലും എഫക്ട് വിൽ ഡിക്രീസ്. സോ ദിസ് ഈസ് ദ തിങ്, ഒപ്റ്റിമൽ അഡ്രിനർജിക് എഫക്ട്. 2 കാർബൺ ഷുഡ് ബി ദർ ഇൻ ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ദിസ് അരോമാറ്റിക്. അടുത്ത പോയിന്റ്, ഇതിനകത്ത് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത് ഈ ബീറ്റ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെ, ഇത് ബീറ്റ കാർബൺ ആണ്. ഈ കാർബണിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്മെന്റിന്റെ രീതി വളരെ പ്രധാനമാണ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ ഇത് ഇരിക്കുന്ന അനുസരിച്ച് സ്കാൻ കോമ്പൗണ്ട് കൈറാൽ കോമ്പൗണ്ട് അതുണ്ടാക്കാം. സോ ഇപ്പോൾ ഇത് ഞാൻ വരച്ചിരിക്കുന്നത് R കോൺഫിഗറേഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് R ഇരിക്കുന്നതെങ്കിൽ ദിസ് ഈസ് ഓക്കെ, ദിസ് ഈസ് ഓക്കെ അല്ല, ദിസ് ഈസ് മോർ പൊട്ടന്റ് ആണ്. ഇങ്ങനെയല്ല ഇരിക്കുന്നത് സാർ, നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. S ആണെങ്കിലോ, S എപ്പിനെഫ്രിൻ, ഇതിപ്പോ അഡ്രിനാലിനാണ് തന്നെ ഉണ്ടല്ലോ, അഡ്രിനാലിനാണെങ്കിൽ അല്ലെങ്കിൽ ഇഫ് ദ ഇനാൻഷ്യോമർ ഈസ് S കോൺഫിഗറേഷൻ ആണെങ്കിൽ ലെസ് പൊട്ടന്റ് ആണ്. സോ R ഐസോമർ ഈസ് മോർ പൊട്ടന്റ് while S ഐസോമർ ഈസ് ലെസ് പൊട്ടന്റ്. സോ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ OH എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് വരാൻ കാരണം എന്താ വെച്ചാൽ സപ്പോസ് ദിസ് ഇസ് ദ റിസപ്റ്റർ. ഞാൻ റിസപ്റ്റർ ഇങ്ങനെ വലുതായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ റിസപ്റ്ററിൽ ഇവിടെ 3 പോയിന്റിൽ അറ്റാച്ച് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ആനയോണിക് സൈറ്റ് ആണ്, ആനയോണിക് സൈറ്റ്. സോ ഇവിടെ വന്ന് ഇതിന് പിടിക്കാം. ഓക്കെ, ആനയോണിക് സൈറ്റിൽ ഇവിടെ ഒന്ന് പിടിക്കാം. അതാ ഓക്കെ. ഇത് ഫിനൈൽ ഗ്രൂപ്പ് ഇവിടെ ഒന്ന് പിടിക്കാനുള്ളതാണ്, പ്ലെയിനാർ ആണ്. ഇങ്ങനെ വന്ന് ഇവിടെ ഒന്ന് ഒട്ടിച്ചേരാം. ഓക്കെ, ഇത് R ആണെങ്കിൽ ഇവിടെ ഒന്ന് ഒട്ടിച്ചേരാൻ പറ്റും, OH-ന് ഇവിടെ ഒന്ന് ഒട്ടിച്ചേരാൻ പറ്റും. S ആണെങ്കിൽ ഇവിടെ ഒന്ന് ഒട്ടിച്ചേരാൻ പറ്റില്ല. സോ R ആണെങ്കിൽ ഇവിടെ ഒട്ടാം, S ആണെങ്കിൽ ഇവിടെ ഒട്ടും, ഇവിടെ ഒട്ടില്ല. സോ 3 സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഉണ്ടാകും R-ന്. സോ ദിസ് വിൽ ബി സ്ട്രോങ്ങർ ആയിരിക്കും. സോ ദിസ് ഇസ് മോർ പൊട്ടന്റ്. യൂഷ്വലി R ഐസോമർ ഇപ്പോൾ R അഡ്രിനാലിൻ ഒക്കെ ആണെങ്കിൽ 15 ടൈംസ് മോർ പൊട്ടന്റ് ദാൻ ഇറ്റ്സ് S ഐസോമർ ഇൻ ഇപ്പോൾ BP കൂട്ടുന്ന അല്ലെങ്കിൽ വാസോ കൺസ്ട്രക്ടർ ആക്ടിവിറ്റി ഒക്കെ R ഐസോമറിന് 15 ഇരട്ടിയോളം കൂടുതലാണ്. ഇനി പോയിന്റ് നമ്പർ 3 പറയുകയാണെങ്കിൽ നമ്മൾ ഇനി ഇവിടേക്ക് വന്നു, ഇത് കഴിഞ്ഞു. അപ്പൊ ഇത് ആൽഫ കാർബൺ ആറ്റമാണ്. ഈ ആൽഫ കാർബൺ ആറ്റത്തിൽ ഒരു CH3 മീഥൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇവിടെ C2H5 മീഥൈൽ ഗ്രൂപ്പോ ഈഥൈൽ ഗ്രൂപ്പോ ഒക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് MAO മോണോ അമീൻ ഓക്സിഡേസ് വഴിയുള്ള മെറ്റബോളിസം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ H തന്നെയാണ്, ഇവിടെ CH3 ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് ആംഫിറ്റമിൻ ഇതും ഇല്ല. സോ ഇവിടെയുള്ള കോംപ്റ്റ് വഴിയുള്ള മെറ്റബോളിസം ഇല്ല, അത് വേറെ കാര്യം, അത് നമ്മളിപ്പോൾ പറയുന്നില്ല, നമ്മളിവിടെ മാത്രം. സോ ഇവിടെ CH3 ആണ് ആംഫിറ്റമിന്, ഇവിടെ CH3 ആയതുകൊണ്ട് there is no MAO ഓക്സിഡേസ് വഴിയുള്ള മെറ്റബോളിസം ഇല്ല. സോ നോറഡ്രിനാലിനാണെങ്കിലോ അവിടെ മെറ്റബോളിസം ഉണ്ട്. ദിസ്
നമ്മൾ പറഞ്ഞ മരുന്ന് ഏതായിരുന്നു? ആംഫിറ്റമിൻ ആണ്. ആംഫിറ്റമിൻ ആൻഡ് ആംഫിറ്റമിൻ ഗ്രൂപ്പ് ഈസ് ദ എക്സാമ്പിൾ. നോ മെറ്റബോളിസം ബൈ MAO ബിക്കോസ് ദർ ഈസ് CH3 ഗ്രൂപ്പ് ഹിയർ. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗമാണ്. മൂന്നാമത്തെ ഭാഗം ദിസ് അമിനോ ടെർമിനൽ ആണ്. അമിനോ ടെർമിനലിൽ ഇവിടെ ഒരു അമിനോ ഗ്രൂപ്പ് മസ്റ്റ് ആണ്. ഇവിടെ NH ഇങ്ങനെയെങ്കിലും മിനിമം മസ്റ്റ് ആണ്. എങ്കിൽ മാത്രമേ ആ ഡ്രഗുകൾക്ക് അഡ്രിനർജിക് ഡ്രഗ് ആകാനായിട്ട് പറ്റൂ. നമ്മൾ വരച്ച എല്ലാത്തിനും ഇവിടെ അമിനോ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോ നോർ അഡ്രിനാലിനാണെങ്കിൽ ഇവിടെ H ആയിരുന്നു, അഡ്രിനാലിനാണെങ്കിൽ ഇവിടെ CH3 ആയിരുന്നു, നമുക്കറിയാം. സോ പലതിനും വ്യത്യാസമുണ്ട്. ടെർബിറ്റാലിന് സാൽബ്യൂട്ടമോളൊക്കെ വ്യത്യാസമുണ്ട്, ഐസോപ്രോട്ടോണോൾ, ഫിനാലെഫ്രിൻ. സോ വാട്ട് മേ ബി ഇവിടെ ഒരു അമിനോ ഗ്രൂപ്പ് മസ്റ്റ് ആണ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അമിനോ ഗ്രൂപ്പ് ഇവിടെ വെറുതെ ഒരു CH3 വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ് ക്യാൻ ബി പ്രൈമറി ഓർ സെക്കൻഡറി ആകും. പ്രൈമറി സെക്കൻഡറി ആണ്, ഓക്കെ, ഓർ ഇറ്റ് ഷുഡ് നോട്ട് ബി ടേർഷറി ഓർ ക്വാട്ടർണറി. ടേർഷറി ഓർ ക്വാട്ടർണറി അല്ലെങ്കിൽ ഇറ്റ് ഈസ് മോർ പൊട്ടന്റ് ആണ്. സോ ഈ വരച്ച എല്ലാം പ്രൈമറി ഓർ സെക്കൻഡറി അമീൻസ് ആണ് നമ്മൾ വരച്ചത് എല്ലാം തന്നെ. സോ അവയെല്ലാം പൊട്ടന്റ് ആയിരുന്നു. ഇനി അടുത്ത പോയിന്റ്, ഈ അമിനോ ഗ്രൂപ്പിൽ ഇവിടെ തന്നെ നമ്മൾ ഇവിടുത്തെ കാര്യം തന്നെയാണ് പറയാ. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ഒരു വലിയ ബൾക്കി ഗ്രൂപ്പ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്, അമിനോ ഗ്രൂപ്പ് മാത്രം. വലിയ ബൾക്കി ഗ്രൂപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇഫ് ദിസ് ഈസ് ബൾക്കി ഗ്രൂപ്പ്, അതിന് ബീറ്റ അഗോണിസ്റ്റിക് ആക്ഷൻ വർദ്ധിക്കും ആൻഡ് ആൽഫ അഗോണിസ്റ്റിക് ആക്ഷൻ കുറയും. ഉദാഹരണം ഐസോപ്രോട്ടർനോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വരയ്ക്കുകയാണ്, അവിടെ ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് ആണ്. അതാ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, നൈട്രജനിൽ നിന്ന് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഒരു ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് ആണ്. സോ ഇവയ്ക്ക് എന്താ ഉള്ളത്? ഐസോപ്രോട്ടർനോൾ ഓർ അതിന്റെ വേറെ പേര് ഐസോപ്രനാലിനാണ്. ഐസോപ്രനാലിന് ബീറ്റ ആക്ഷൻസ് മാത്രമേ ഉള്ളൂ അല്ലെ. ബീറ്റ 1 ആക്ഷൻ ഉണ്ട്, ബീറ്റ 2 ഉണ്ട്. ബീറ്റ 1 ആക്ഷൻ വഴി ഇൻക്രീസ് ഹാർട്ട് റേറ്റ് കൂടും, ബീറ്റ 2 ആക്ഷൻ വഴി ഡിക്രീസ് ബ്ലഡ് പ്രഷർ, BP കുറച്ച്. ഇത് 2 ആക്ഷൻ ആണെങ്കിലും ബീറ്റ 1ഉം ബീറ്റ 2 മാത്രമേ ഉള്ളൂ. നോ ആൽഫ ആക്ഷൻ. ആൽഫ 1ലോ ആൽഫ 2ലോ ഒന്നും ആക്ഷൻ ഇല്ല. ഇനി നമ്മൾ ഈ നൈട്രജനിൽ തന്നെ വീണ്ടും ഈ പിടിപ്പിച്ചത് നൈട്രജൻ ഇവിടെ എഴുതാം. നൈട്രജൻ നമ്മൾ അറ്റാച്ച്മെന്റ് ബൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചാലോ? ഐസോപ്രനാലിൻ ഇതായിരുന്നു. ഐസോപ്രനാലിൻ നമ്മൾ എന്താ പിടിപ്പിച്ചത്? ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് ആണ്. ഇതാണ് ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് പിടിപ്പിച്ചു. നമ്മൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കാന്ന് വിചാരിക്കുക. ടെർഷ്യറി ബ്യൂട്ടൈൽ, ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH. അപ്പൊ ഇത് ടെർബ്യൂട്ടാലിനായി. ദെൻ അടുത്തത് സാൽബ്യൂട്ടമോളിലും ഇങ്ങനെ തന്നെയാണ്. സാൽബ്യൂട്ടമോൾ എന്ന് പറയുന്ന മരുന്ന് അല്ലെങ്കിൽ ആൽബ്യൂട്ടറോൾ എന്ന് അമേരിക്കക്കാർ പറയുന്ന മരുന്ന് ഇവിടെ തന്നെയാണ്. സാലിന് ചെറിയൊരു വ്യത്യാസം ഇവിടെയും കൂടി ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. ആ വ്യത്യാസം കൂടി ചേർത്താൽ നമുക്ക് അത് തൽക്കാലം ഒഴിവാക്കി ഇത് മാത്രം നോക്കിയാൽ ഇത് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ ഈസ് ബീറ്റ 2 സെലക്ടിവിറ്റി വിൽ ഇൻക്രീസ്. ഇതിന് ബീറ്റ 1 ആക്ഷനും ബീറ്റ 2 ആക്ഷനും ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മളിപ്പോൾ പറയുന്നു when bulk increases beta 2 activity more. സോ ഡോസ് കൂടുമ്പോൾ ഡെഫിനറ്റ്ലി സാൽബ്യൂട്ടമോളിനൊക്കെ കുറച്ച് ബീറ്റ ആക്ഷൻസ് എന്തായാലും ഉണ്ടാകും, ടാക്കിക്കാർഡിയ ഉണ്ടാകും. എന്നാലും സാധാരണ ഇതിൽ when the bulk of this substitution increases, increased or more beta 2 selectivity or increased beta 2 selectivity. അടുത്ത പോയിന്റ്, ഇങ്ങനെ അമിനോ ഗ്രൂപ്പിൽ ഇവിടെ വലിയ അറ്റാച്ച്മെന്റ് പിടിപ്പിച്ചാൽ വേറൊരു ഗുണം കൂടി ഉണ്ട്. ദാറ്റ് ഈസ് MAO മോണോ അമീൻ ഓക്സിഡേസ് വഴിയുള്ള മെറ്റബോളിസം കുറയും. സാൽബ്യൂട്ടമോളിന് അത് കുറവായിരിക്കും, ടെർബിറ്റാലിന് കുറവായിരിക്കും, ഐസോപ്രനാലിനൊക്കെ കുറവായിരിക്കും. ബട്ട് ദിസ് നോറഡ്രിനാലിൻ ആൻഡ് അഡ്രിനാലിൻ, അതിൽ തന്നെ നോറഡ്രിനാലിനായിരിക്കും കൂടുതൽ. ബിക്കോസ് നോറഡ്രിനാലിന് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് എങ്കിലും അഡ്രിനാലിനുണ്ട്. സോ MAO വഴിയുള്ള മെറ്റബോളിസം ഈസ് റെഡ്യൂസ്ഡ് ബൈ ഇൻക്രീസിംഗ് ദ ബൾക്ക്. സോ അതുകൊണ്ട് എന്തായിരിക്കും ഗുണം? ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, ലോങ് ആക്ടിംഗ് ആയിരിക്കും മരുന്നുകൾ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദിസ് സിംപ്തോമിമെറ്റിക്സ് ഓർ അഡ്രിനർജിക് SAR പറയാനുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.